വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. വടംവലിയും അത്തപ്പൂക്കള മത്സരവും ഓണസദ്യയും കഴിച്ചാണ് കുട്ടികൾ വീട്ടിലേക്ക് ഓണ അവധി ആഘോഷിക്കാൻ മടങ്ങിയത്. ഇതോടൊപ്പം വിവിധ സ്കൂളുകളിലും ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് வெல்கம் டு செனானி ஷாப்பிங் மார்ட் வண்டிப்பெரியார். ஸோ ஓணம் சீசன் முன்னிட்டு நம்ம செனானி ஷாப்பிங் மார்ட்டில் ஒரு ஸ்பெஷல் ஃப்ளாஷ் சேல் வந்து நம்ம அனௌன்ஸ் பண்ண போகிறோம். ஆகஸ்ட் 30th and 31st பிரீத்தி ப்ராடக்ட் எல்லாத்துக்குமே வந்து மெகா ஆஃபர் ப்ரைஸ் நம்ம வந்து கொடுத்துட்ருக்கோம். ஸோ பிரீத்தி ப்ராடக்ட் பர்ச்சேஸ் பண்ணுற மிக்சி, அப்புறம் கிரைண்டர், இண்டக்ஷன் ஸ்டவ், கெட்டில்ஸ், அயன் பாக்ஸ், அதுக்கப்புறம் கிளாஸ் டாப் ஸ்டவ் அண்ட் SSGS எல்லாத்துக்குமே வந்து மெகா ஆஃபர் வந்து போயிட்டுருக்கு. ஸோ ஆகஸ்ட் 30th and 31st ஃப்ரம் 8 AM to 11 PM வரைக்கும் செனானி ஷாப்பிங் மார்ட்டில் இந்த ஆப்பர்ச்சுனிட்டி அவைலபிளாக இருக்குது. ஸோ எல்லா வண்டிப்பெரியார் கஸ்டமர் எல்லாருக்குமே வெல்கம் பண்ணுறோம். ஸோ எல்லாருமே நம்ம செனானி ஷாப்பிங் மார்ட் வந்து விசிட் பண்ணுங்கள். വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓണാഘോഷ പരിപാടി അതിവിപുലമായ പരിപാടികളോടെയാണ് നടത്തപ്പെട്ടത്. രാവിലെ മുതൽ തന്നെ ഹയർ സെക്കൻഡറി കുട്ടികളുടെയും ഹൈസ്കൂൾ കുട്ടികളുടെയും പ്രത്യേക പ്രോഗ്രാമുകളാണ് സംഘടിപ്പിച്ചിരുന്നത്. മലയാളി മങ്ക, സുന്ദരിക്ക് പൊട്ടുതൊടൽ, കസേരകളി, തിരുവാതിര എന്നിവയ്ക്ക് പുറമെ ഓണാഘോഷത്തിന്റെ പ്രധാന മത്സരമായ വടംവലി മത്സരവും സംഘടിപ്പിച്ചിരുന്നു. ഓണം സ്കൂളുകളിൽ നിന്നും ആഘോഷിച്ചു തുടങ്ങുവാനാണ്. ഇതോടൊപ്പം 10 ദിവസത്തെ അവധി ആഘോഷിക്കുന്നതിന് വേണ്ടിയാണ് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിന്റെ തന്നെ വിവിധ സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന ഓണാഘോഷ പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അത്തപ്പൂക്കള മത്സരവും ഓണസദ്യയും നടന്നു. ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അധ്യാപകരും PTA അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇതോടൊപ്പം വണ്ടിപ്പെരിയാർ ഗവൺമെന്റ് LP സ്കൂളിന്റെ ആഭിമുഖ്യത്തിലും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. കുട്ടികൾ മാവേലി മന്നന്റെയും വാമനന്റെയും മലയാളി മങ്കയുടെയും വേഷങ്ങൾ ധരിച്ചാണ് സ്കൂളിൽ എത്തിയിരുന്നത്. തുടർന്ന് കുട്ടികൾക്ക് ഓണസദ്യയും നൽകി. ആഘോഷ പരിപാടികൾക്ക് PTA അംഗങ്ങളും അധ്യാപകരും മറ്റ് രക്ഷിതാക്കളും നേതൃത്വം നൽകുകയും ചെയ്തു. ഇതോടൊപ്പമാണ് ഗ്രാമ്പി LP സ്കൂളിലും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഓണസദ്യയും അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളും ഏർപ്പെടുത്തിയിരുന്നു. അധ്യാപകരും PTA അംഗങ്ങളും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും പരിപാടികൾക്ക് നേതൃത്വം നൽകി. വണ്ടിപ്പെരിയാർ 62 മൈൽ സെന്റ് മാത്യൂസ് LP സ്കൂൾ, സെന്റ് ജോസഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നിവിടങ്ങളിലും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഇതുകൂടാതെ ട്രിനിറ്റി ഗാർഡൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ഏറ്റവും അവസാനമായാണ് പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചിരുന്നത്. ഇതുകൊണ്ട് തന്നെ ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, PTA, MPTA അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ എന്നിവരും ഇവിടുത്തെ ഓണാഘോഷ പരിപാടിയിൽ പങ്കാളികളാവുകയും ഓണസദ്യ കഴിച്ചാണ് കുട്ടികളടക്കം വീട്ടിലേക്ക് ഓണം ആഘോഷിക്കാൻ മടങ്ങിയതും. ന്യൂസ് വണ്ടിപ്പെരിയാർ.